ഹലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ നബിദിനം ഓണം ഒന്നിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിള്ളേർക്കൊക്കെ ആഘോഷമാണ്. എനിക്ക് തോന്നുന്നു ഓണം കൂടെ ആയതെന്ന് തോന്നുന്നു. ഒരുപാട് പേരൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇല്ലേ ഓണം ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പള്ളിപ്പറമ്പിലൊക്കെ ആണെങ്കിലും കുറേ പേരെ കണ്ടിട്ട്. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയതായിരിക്കും മറ്റുള്ളവരും വരാത്തത്. എന്തായാലും ഞങ്ങൾ ഇതേ നേരത്തെ അവിടെ ഹാജരായിട്ടുണ്ട് കേട്ടോ. വന്ന് കുറച്ച് നേരം നിൽക്കണം. അപ്പോഴേക്കും റാലി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്തുൻ്റെ കയ്യിൽ ഞങ്ങൾ വളമാണ് കേട്ടോ ഹൈഡ്രജൻ ബലൂൺ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അവളല്ലെങ്കിൽ അത് പൊട്ടിച്ച് കളി, അത് മുകളിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി തപ്പി പിടിച്ച് കുറേ നേരം നോക്കി, കിട്ടിയില്ല അതൊന്നും. പിന്നെ ആൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ പിള്ളേർ ഇതേ താഴെ റോഡ് വരെ പോയി. ഞങ്ങളത് കഴിഞ്ഞ് കുറച്ച് നേരം പിക്ക വന്നിട്ടുണ്ടായി, കാരണം നമുക്ക് ബാക്കി ഭാഗത്തോട്ടൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി പോയിട്ട്. അപ്പോൾ പല പള്ളിയിലത്തെ പിള്ളേർ പല ഇതിലൊക്കെ പല വേഷത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പോണ വഴിക്കൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ മദ്രസത്തെ പോയ കാര്യം ഞാൻ ഇക്കാനടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ട്. അമ്പൈസിൻ്റെ കവറും കയ്യിലുണ്ടാവും. അതിനകത്തുനിന്ന് ബിസ്ക്കറ്റും മറ്റേ പേരെഴുതിയ ബിസ്ക്കറ്റും മുട്ട ബിസ്ക്കറ്റ് മിഠായി അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ. കവർ നിറച്ച് കിട്ടും. ചിലപ്പോൾ കവറിൽ ഈ മഫ്തൻ്റെ ഉള്ളിലൊക്കെ കോരി എടുത്തിട്ടാട്ടോ കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അധികമൊന്നും കിട്ടാനില്ലെന്ന് തോന്നുന്നു. അന്നത്തെ കാര്യമൊക്കെ നല്ല രസമായിരുന്നു കാര്യം. അതൊക്കെ അങ്ങനെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അന്ന് വെച്ചാൽ ഇതുപോലെ കിട്ടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് എല്ലാം പൊട്ടിച്ച് എണ്ണുന്നൊരു പരിപാടിയുണ്ട്. എത്ര എണ്ണം കിട്ടി, എത്ര മിഠായി കിട്ടുന്നു, എത്ര കളർ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം നോക്കുന്ന പരിപാടി. ഇപ്പോൾ പിന്നെ ഇപ്പോഴത്തെ മക്കൾക്ക് പിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വന്നതേ കഴിക്കുക, എവിടെയെങ്കിലൊക്കെ ആർക്കെങ്കിലൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളില്ല. അന്നൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നബിദിനം എന്തായാലും കുശാലായിട്ടുണ്ട് കേട്ടോ. കുറേ മക്കളെ അവിടെ ഇവിടെയൊക്കെ പല വേഷത്തിലൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ അടുത്ത പള്ളിയിൽ പിള്ളേർ കുറവായിരുന്നു കേട്ടോ. കുറേ പിള്ളേർ പഠിത്തമൊക്കെ നിർത്തി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ദഫിനാണേലും അതിന് മുന്നത്തെ പ്രാവശ്യം ഫിറോസും ഫസലൊക്കെ ഉണ്ടായിരുന്നു ദഫ് കളിക്കാനായിട്ട്. അതുകൊണ്ട് കാണാൻ രസമുണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് അവർ തുടക്കമായതുകൊണ്ട് ദഫൊന്നും അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചില ഉസ്താദന്മാർ പറയുന്ന പോലെ ഈ മെയിൻ റോട്ടിൽ കൂടെ, തിരക്കുള്ള റോട്ടിൽ കൂടെ ഈ പിള്ളേരെയും കൊണ്ട് പോകുന്നത് തന്നെ വലിയ റിസ്ക്കാണ്. കാരണം അവരെ ദഫ് കളിപ്പിച്ച് അവർ കറക്റ്റ് ലെവലിൽ തന്നെ നിൽക്കത്തൊന്നുമില്ലല്ലോ. വെറുതെ ഒന്ന് കൊണ്ടുപോയി എന്നുള്ളൂ. ഇനിയിപ്പോൾ പിള്ളേരുടെ ദഫും കാര്യമൊക്കെ വരുന്നുണ്ട്. നമ്മൾ മദ്രസത്തെ പാട്ടും പരിപാടിയൊന്നും ആയിട്ടില്ല, അത് വരുന്നുണ്ട് അടുത്ത ആഴ്ചയാണ്. പിന്നെ ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാൻ പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത റാലി ഇതേ പകുതിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ചിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ച് നേരെ അപ്പുറം ഭാഗത്തോട്ട് പോയിട്ടോ. മുഴുവനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. രാവിലെയൊക്കെ ആയതുകൊണ്ട് ഓണത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് പിന്നെ നല്ല തിക്കും തിരക്കുണ്ട്. പിന്നെ അവധി സമയം കൂടിയല്ലേ, അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഉസ്താദുമാർ ഒരു വിധത്തിലാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നത്. ഒരുപാട് പിള്ളേരുള്ളപ്പോൾ വലിയ മെനക്കേടാട്ടോ. നിങ്ങളൊക്കത്തിന് കുഞ്ഞുമക്കളൊക്കെ ഉള്ളപ്പോൾ റോഡ് ക്ലോസ് ചെയ്യിക്കാനായിട്ട്. ഇന്നത്തെ നബിദിനം ഈ റാലിയോട് കൂടി നമ്മളവിടുത്തെ ആഘോഷമൊക്കെ തിന്നു. അത് കഴിഞ്ഞ് നമുക്ക് പള്ളിയിൽ നിന്ന് കന്തിരിച്ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു, തേങ്ങാച്ചോറ് കേട്ടോ. അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ നബിദിനമൊക്കെ ആഘോഷമാക്കി. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.